വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയനായ അധ്യക്ഷൻ ഉസ്താദ് കോട്ടുമല ടി.എം. ബാബു മുസ്ലിയാർ അവറുകളെ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയങ്കരനായ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് അവറുകളെ, ആദരണീയനായ ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട MLA മാർ ശ്രീ മാധവൻ അവറുകളെ, ശ്രീ വിൻസെൻ്റ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഉലമ പ്രമുഖന്മാരെ, SKSF-ൻ്റെ സ്ഥാപക നേതാക്കളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള അതിൻ്റെ സാരഥികളുമായിട്ടുള്ള നേതാക്കളെ, മറ്റ് ഈ ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണബിള്ളി മുഹമ്മദ് ഫൈസി അവറുകളെ, പ്രിയപ്പെട്ട നാസർ ഫൈസി തിരുവത്ര, ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സാക്ഷിയാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന SKSF-ൻ്റെ കർമ്മ നിരതരായ എൻ്റെ സഹപ്രവർത്തകന്മാരെ, മറ്റ് സഹോദരന്മാരെ, ഗ്രാൻഡ് ഫിനാലെയുടെ ഔപചാരികമായ തുടക്കം പ്രൗഢമായ ഈ സദസ്സോടെ തൃശ്ശൂരിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള സമർക്കന്തിൽ ആരംഭിക്കുകയാണല്ലോ. സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ തുടക്കത്തെയും തുടർന്നുള്ള എല്ലാ പരിപാടികളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന മികവോടെയാണ് SKSF 25ാം വാർഷികത്തിൻ്റെ സിൽവർ ജൂബിലിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നിട്ടുള്ളത്. പ്രവർത്തന മികവ് 100% അവകാശപ്പെടാവുന്ന ഒരു സംഘടന തന്നെയാണ് SKSF എന്ന് അതിൻ്റെ 4 നൂറ്റാണ്ടിലെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ നിർബന്ധിതമായൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി യുവജന സമൂഹത്തെ നേരിൻ്റെയും നന്മയുടെയും ആദർശബോധത്തിൻ്റെയും അച്ചടക്കബോധത്തിൻ്റെയും വഴികളിലൂടെ അവരെ നയിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ ഈ പ്രസ്ഥാനം ഇന്ന് കേരളക്കരയിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഘടകങ്ങളും പ്രവർത്തന മേഖലകളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നതിലുപരിയായി ബഹുജനാടിത്തറയുള്ള ഒരു പ്രസ്ഥാനം എന്ന് തന്നെ SKSF-നെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഒരു സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന വൃത്തത്തിലല്ല SKSF പ്രവർത്തിക്കുന്നത്. പരിമിതമായ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഒരു സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല. എന്നാൽ SKSF-നെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തന മേഖല പരിമിതമല്ല. അത് കാലത്തിനും സമയത്തിനും അവസരങ്ങൾക്കും ഉചിതമായ രീതിയിൽ അതിൻ്റെ സന്ദേശം പ്രകടിപ്പിക്കുവാൻ എന്നും തയ്യാറായിട്ടുണ്ട്. സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവശ്യകതകളെ ജാഗ്രതയോടെ തന്നെ വീക്ഷിച്ചും നിരീക്ഷിച്ചും മുന്നറിയിപ്പും അഭിപ്രായ പ്രകടനങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുവാൻ SKSF-ന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മറ്റ് എല്ലാ സംഘടനകളുടെയും വാത്സല്യപൂർണമായ സമീപനങ്ങൾ
SKSFന് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. സാന്ദർഭികമായ എതിർപ്പുകൾ പല ഭാഗങ്ങളിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകാറുണ്ടെങ്കിലും എതിർമേഖലയിൽ ഉള്ളവർ പോലും SKSFൻ്റെ പ്രവർത്തന മികവിനെ അംഗീകരിക്കാറുണ്ട്. കാരണം SKSF ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ ഉത്തമമായ ഭാവിയാണ്. അവർക്ക് പ്രവർത്തിക്കുവാനുള്ള മൂല്യങ്ങൾ നിറഞ്ഞ പശ്ചാത്തലങ്ങൾ സമൂഹത്തിൽ ഒരുക്കപ്പെടേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ എപ്പോഴത്തെയും ഒരു ശ്രദ്ധാകേന്ദ്രമാണല്ലോ വിദ്യാർത്ഥികളും യുവാക്കളും. അപ്പം അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി യുവജന സമൂഹത്തിന് പ്രവർത്തിക്കുവാനുള്ള പശ്ചാത്തലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അപ്പോഴപ്പോൾ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹം എന്നുള്ളത് ഒരു വലിയ ജീവിത മേഖലയാണല്ലോ. നല്ലതും നല്ലതല്ലാത്തതും സമൂഹത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നല്ലതല്ലാത്തത് നല്ലതിനെ കവച്ചു വെച്ചുകൊണ്ട് മുന്നേറുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. അപക്വതയുടെയും രക്തത്തിളപ്പിൻ്റെയും പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നല്ലതിനല്ലാത്തതിനെ പിന്തുണക്കുവാൻ യുവാക്കൾക്ക് പ്രത്യേകമായ ഹരമാണ്. അവിടെയാണ് ഒരു സംഘടനയുടെ ഏറ്റവും അനിവാര്യമായ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ളത്. ആ ഇടപെടലുകളാണ് SKSF നിറവേറ്റിയിട്ടുള്ളത്. സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ ഉച്ചസ്ഥരം പോരാടുവാൻ SKSF തയ്യാറായി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ജീർണതകൾക്കെതിരെ ജിഹാദ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള SKSFൻ്റെ ക്യാമ്പയിൻ ഇവിടുത്തെ പല ഉൽപ്പതിഷ്ണുക്കളായ സംഘടനക്കാരെ പോലും അവരുടെ പോലും ശ്രദ്ധ അത് പിടിച്ചു പറ്റിയിട്ടുണ്ട്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം, ആ പോരാട്ടത്തിന് തുടക്കം കുറിക്കുവാൻ SKSFന് സാധിച്ചു. ഇരുളിൻ്റെ മറവിൽ യുവാക്കൾക്ക് ക്ലാസുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രത്യേകമായൊരു മായിക വലയത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരിൽ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും രക്തത്തിളപ്പ് കുത്തിവെക്കുവാൻ ശ്രമിച്ച പ്രസ്ഥാനങ്ങൾ അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ജാഗ്രതയോടെ നിലയുറപ്പിക്കുവാൻ SKSFന് സാധിച്ചു. SKSF ഏറ്റെടുത്ത ആ ദൗത്യം പിന്നീട് മുസ്ലിം സമുദായം തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സമുദായത്തിലെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ സാമുദായികമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെയുള്ള സംഘടനകൾ, മറ്റ് സംഘടനകൾ, അവാന്തര വിഭാഗങ്ങൾ, അവരും തീവ്രവാദ ഭീകരവാദ നിലപാടുകൾക്കെതിരെ ഉറച്ചു നിന്ന് പോരാടുവാൻ തയ്യാറായപ്പോൾ അതിനൊക്കെ തന്നെ ഒരു മുൻഗാമിയായി, ഒരു പയനിയറായി പ്രവർത്തിക്കുവാൻ SKSFന് സാധിച്ചു എന്നുള്ളതിൽ നമുക്കൊക്കെ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ കാലികമായി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവ യഥാവിധി വ്യവസ്ഥാപിതമായി അത് പ്രവർത്തിച്ചു വരും. അതിനുള്ള പിന്തുണയാണ് SKSFന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രം എന്നുള്ളത് ഒരുപക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആയുസ്സായിരിക്കുകയില്ല. പക്ഷേ SKSFനെ പോലെ ഇല്ലായ്മയിൽ നിന്ന് പിറവിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന് ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്
അത് ഒരു വലിയ ആയുസ് തന്നെയായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് ദശവാർഷികം ആഘോഷിച്ചപ്പോൾ അത് SKSFൻ്റെ നിലനിൽപ്പിൻ്റെ ഒരടയാളമായി നമുക്കന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിഞ്ഞു. ഇതിൻ്റെ സ്ഥാപനത്തെ തുടർന്നുള്ള 10 വർഷക്കാലം ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ സംഘടനയുടെ സന്ദേശം എത്തിക്കുവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പാടുപെടുകയുണ്ടായി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം അതിലേക്ക് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആകർഷിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അംഗീകാരമായിരുന്നു വാതിനൂറിൽ കുറ്റിപ്പുറത്തെ നിള മണൽപ്പരപ്പിൽ അന്ന് നമ്മൾ സജ്ജീകരിച്ച ആ ദശവാർഷിക സമ്മേളനം അടയാളപ്പെടുത്തിയത്. പിന്നീട് 15 വർഷക്കാലം വീണ്ടും ആ ജൈത്രയാത്രയുടെ തുടർച്ച തന്നെയാണ്. ഇന്നിപ്പോൾ ഗ്രാമങ്ങൾ, നഗരങ്ങൾ അതിൻ്റെ അതിർത്തികൾ വിട്ടു, സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ വിട്ടു, രാജ്യത്തിൻ്റെ അതിർത്തികൾ വിട്ടു, ഭൂഖണ്ഡങ്ങളുടെ അതിർത്തികൾ വിട്ടു. SKSF ഇന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലും അതിൻ്റെ പ്രവർത്തകന്മാരുണ്ട് എന്നുള്ള തലത്തിലേക്ക് വളർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, സേവന മേഖലയിൽ, ജീവകാരുണ്യ മേഖലയിൽ ഒക്കെ തന്നെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള അതിൻ്റെ പ്രയാണം, ആ പ്രയാണത്തെ അഭിമാനകരമായി നമുക്കിപ്പോൾ തൃശ്ശൂരിലെ ഈ സമർക്കന്തിലൂടെ ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുവാൻ തന്നെ അവസരം സിദ്ധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത വെല്ലുവിളികൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടവരല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളീയരായ നമ്മളും ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഓരോ ചലനങ്ങളെയും നമ്മളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം വിശദീകരിക്കാതെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സഹസ്രാബ്ദങ്ങളോളം കാത്തു സൂക്ഷിച്ച ഒരുപാട് മൂല്യങ്ങളെ അതിനെ കാറ്റിൽ പറത്തുന്നതിന് വേണ്ടി ഭരണകൂട സ്പോൺസർഷിപ്പോടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ഇന്ത്യയാക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വ ബോധവുമാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ പരിഗണനയോടെ, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പരിഗണനയോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ, ഏറ്റവും വിശാലമായ, ഏറ്റവും മനുഷ്യ മുഖമുള്ള ഭരണഘടന അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് മറ്റു ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഭരണഘടന മാറ്റിവെച്ച് മറ്റു ഗ്രന്ഥങ്ങൾ ഇന്ത്യയുടെ ഗ്രന്ഥമായി അംഗീകരിക്കണം എന്ന് മുറവിളി കൂട്ടുന്നവർ ഏതൊന്നിനെ മുൻനിർത്തിയാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അവരതിനെ ലംഘിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ കൈതൊട്ട് വന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവർ ഭരണഘടനയെ മൂലക്കിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഒരുമിക്കേണ്ടതിൻ്റെ അനിവാര്യത വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ സമാധാനകാംക്ഷികളും, എല്ലാ രാജ്യസ്നേഹികളും ഒരുമിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. സാമ്രാജ്യത്വങ്ങൾക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ച സമൂഹം ഇന്ന് മറ്റൊരു മുഖത്തോടെ സാമ്രാജ്യത്വം കടന്നു വരികയാണ്. ഇന്ന് കടന്നു വരുന്ന, അല്ലെങ്കിൽ ഇന്ന് ഭീഷണിയാകുന്ന സാമ്രാജ്യത്വം എന്നുള്ളത് വിദേശ സാമ്രാജ്യത്വമല്ല. വൈദേശിക സാമ്രാജ്യത്വത്തെ നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ചു 1947. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ നിന്ന് വിരമിച്ചതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ
ഇല്ലാതായതാണല്ലോ ചരിത്രം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വം ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയതോടെ ഒന്നൊന്നായി അവർക്ക് കീഴിലുള്ള കോളനികളെല്ലാം വേർപെട്ടു പോയ ചരിത്രമാണ് ഉള്ളത്. ഇനിയും ഇന്ത്യയിലേക്ക് മറ്റൊരു സാമ്രാജ്യത്വം കടന്നു വരാൻ ധൈര്യപ്പെടും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ തന്നെ രൂപപ്പെടുന്ന ചില സാമ്രാജ്യത്വ പ്രവണതകൾ, ആ പ്രവണതകളെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. പുതിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മോദി ഇമ്പീരിയലിസം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാകാം ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിൻ്റെ അധിപൻ മോഡിയുടെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. ഒരുപക്ഷെ വലിയ സാമ്രാജ്യ കള്ളന്മാർക്ക് ചെറിയ കള്ളന്മാരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരിക്കുകയില്ലല്ലോ. അപ്പോൾ അത് ഒരു വലിയ സന്ദേശമാണ്. ബറാക് ഒബാമ നൽകിയ സന്ദേശം. ബറാക് ഒബാമ സാമ്രാജ്യത്വത്തിൻ്റെ അധിപനാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് പലതും നിരീക്ഷിച്ച് എടുക്കുവാൻ സാധിക്കും. മോഡി ഇമ്പീരിയലിസം ഇവിടെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ രാജ്യ നന്മകൾക്ക് വേണ്ടിയുള്ള, രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. മറിച്ച് രാജ്യത്തെ ഇനിയും വിഭജിക്കാനാണ്, ജനങ്ങളെ വിഭജിക്കുവാനാണ്. വംശങ്ങളും വർഗങ്ങളുമായി ഇവിടെ വർഗീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ ഇമ്പീരിയലിസം ലക്ഷ്യം വെക്കുന്നത്. വർഗീയത എന്ന ഏറ്റവും അപകടകരമായ സാഹചര്യത്തെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണം. ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെ എങ്ങനെയാണോ ഇന്ത്യയിലെ ജനത ജാതി മത കക്ഷി വിഭാഗീയതകൾക്ക് അതീതമായി സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പൊരുതി തോൽപ്പിച്ചുവോ, ആ രീതിയിൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. അതിനേറ്റവും ഏറെ പ്രസക്തമാകുന്നത് ഇന്ത്യൻ യുവജനതയുടെ പ്രതികരണങ്ങളാണ്. ഡൽഹിയിൽ അത്തരം പ്രതികരണത്തിൻ്റെ ആരോഗ്യകരമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. ഡൽഹിയിലെ ഭൂരിഭാഗം യുവജന വോട്ടർമാർ, ആ വോട്ടർമാർ അവർ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സംതൃപ്തിയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളുടെയും മനസ്സുകളിലുള്ളത് തന്നെയാണ് ഡൽഹിയിലെ യുവാക്കളും ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിൽ, രാജ്യത്തിൻ്റെ പുരോഗതിയിൽ, രാജ്യത്തിൻ്റെ ഭാവിയിൽ യുവാക്കൾക്കുള്ള പങ്ക് അത് നമ്മളും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് വിഭാഗീയതകൾക്കൊക്കെ അതീതമായി രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞകളാണ് നമുക്ക് പുതുക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ സാമുദായികമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധമായ ആദർശങ്ങളുടെ, ദർശനങ്ങളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ സമർക്കന്ദിൽ ഉയർത്തുവാനുള്ള പതാക അത് കൊണ്ടുവന്ന പരിശുദ്ധമായ പ്രദേശം, വിശുദ്ധമായ ഹിറാ ഗുഹയുടെ തരളിതമായ ആ ഒരു തണുപ്പിൽ നിന്ന് ഏറ്റെടുത്ത ഊർജവുമായിട്ടാണ് വിശുദ്ധമായ ആ പതാക ഇവിടെ എത്തിയിട്ടുള്ളത്. ഹിറാ ഗുഹ ഒരുപക്ഷെ മരുഭൂമിയിലെ ചൂടെടുക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലെ ഒരു ഗുഹയാണെങ്കിലും ഹിറാ ഗുഹയ്ക്കകത്ത് ഒരു ശീതളിമ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അവിടെ കളിയാടുന്നുണ്ട്. ആ ശീതളിമ ലോകത്തിൻ്റെ തന്നെ ശാന്തിയും സമാധാനവും സമത്വവും സാഹോദര്യവും ഉദ്ഘോഷിക്കുന്ന ശീതളിമയാണ്. ആ ശീതളിമയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ പതാക തീർച്ചയായും SKSF അത് അർഹിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് തന്നെ നമുക്ക് സ്വയം അഭിമാനിക്കാം. ആ അഭിമാനത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഒറ്റക്കെട്ടായി ആത്മാർത്ഥതയോടെ നേതൃസ്നേഹത്തോടെ അതിനെ പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. ആദർശബോധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി നമുക്ക് മാറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനം
വിജയകരമായി കലാശിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുതൽ ഔപചാരികമായി ഇതിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നു എന്ന് നമുക്കറിയാം. 15,000-ഓളം പേർ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ ക്യാമ്പിൻ്റെ ഔപചാരികമായ തുടക്കം നാളെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. അതിനു മുമ്പ് തന്നെ നിറഞ്ഞു നിന്ന ഈ വേദിയിൽ നമുക്ക് നമ്മുടെ ഉദ്ഘാടന സമ്മേളനവും നടത്തുവാൻ സാധിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.